ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ്. ഇതാണ് എൻ്റെ കാർപ്പ്, മിൽക്കി കാർപ്പ്, മെയിലും ഫീമെയിലും. ഇതിപ്പോൾ ഫീമെയിൽ ഇപ്പോൾ എഗ്ഗ് ആയിട്ടുണ്ട് ഗൈസ്. അത് ഞാൻ കാണിച്ചു തരാനാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കണ്ട് എൻ്റെ വയറ് കണ്ടോ ഗൈസ്, അത് എഗ്ഗ് ഇപ്പോൾ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ സൈസ് കണ്ടോ ഗൈസ്. ഇതാണ് ഫീമെയിൽ, വാലിൽ നീളമില്ലാത്തത്. വാലിൽ നീളമുള്ളതാണ് മെയിൽ. എഗ്ഗ് ആയിട്ടുണ്ട്. എഗ്ഗായ കാർപ്പിനെ എങ്ങനെ മനസ്സിലാക്കാമെന്ന് ഇനിയും പറഞ്ഞുതരാം ഗൈസ്. അതാണെങ്കിൽ 2 ദിവസം നിങ്ങൾ ഫുഡ് കൊടുക്കാതെ ഇരിക്കണം. നിങ്ങൾ നല്ലപോലെ ഫുഡ് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ 2 ദിവസം ഫുഡ് കൊടുക്കാതിരിക്കുമ്പോൾ കംപ്ലീറ്റ് ഇതിൻ്റെ വേസ്റ്റ് മൊത്തം പോകുമ്പോൾ ഈ വയറ് വീർത്തി, എന്നിട്ടും വയറ് വീർത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിന് എഗ്ഗ് ഇതായിട്ടുണ്ട്. അല്ലാത്ത ഇതിൻ്റെ ഫുഡാണെങ്കിൽ ഫുഡ് മൊത്തം കംപ്ലീറ്റ് വേസ്റ്റ് രൂപത്തിൽ എല്ലാം പോയി കഴിയുമ്പോൾ വയറ് ചൊക്കിപ്പോവും. അപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഗൈസ്. 2 ദിവസം തീറ്റ കൊടുക്കാതിരിക്കുമ്പോഴാണ് ഇത് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ അപ്പം ഞാനിത് ട്രൈ ചെയ്ത് നോക്കി. ആ എഗ്ഗ് ഉള്ളതെന്ന് പറഞ്ഞാൽ ആ മിൽക്കി കാർപ്പിനും ഉണ്ട്, പിന്നെ അതാണ്ട് വേറൊരു കാർപ്പിനും കൂടെ ഉണ്ട്. ഇതാണ് എൻ്റെ കബൂട്ടോ മെയിലും ഉണ്ട്, ഫീമെയിലും ഉണ്ട്. ഇതാണ് മെയിൽ, ഈ കാണുന്നത് അത്യാവശ്യം സൈസുള്ളത്. പിന്നെ ആ മെയിൽ വരുന്ന ആ ചെറുതാണ് ഫീമെയിൽ. മെയിൽ അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട്. പഴയ വീഡിയോ കണ്ടവരറിയാം, ഇത് ചെറുതായിരുന്നു കൊണ്ടുവരുന്നപ്പോൾ. അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടും കബൂട്ടോ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മാർക്കറ്റ് ഡിമാൻഡുള്ളത് ഇതിനാണ് ഗൈസ്. വില കൂടുതലും വാങ്ങിക്കാൻ ആൾക്കാർക്കും. ഇതിനകത്ത് ഏറ്റവും വിലയുള്ളതും കബൂട്ട കാർപ്പിനാണ് ഗൈസ്. അത് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞൊരു കാർപ്പുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മിൽക്കി കാർപ്പ്. ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ കടയിലൊക്കെ വിൽക്കുന്നത്. ഏറ്റവും മെയിലുണ്ട്. ഇതാണ് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞത്. ഒറിജിനൽ ബട്ടർഫ്ലൈ കാർപ്പല്ല, ഒറിജിനൽ നമ്മുടെ ഇവിടെ ഒന്നും കിട്ടത്തില്ല. ഇതിപ്പോൾ ക്രോസ് ബ്രീഡാണ്, അതിൻ്റെ പ്യുവർ ബ്രീഡല്ല. നല്ല രസമാണ് ഗൈസ് ഇത് വലുതായി കഴിയുമ്പോൾ. അതൊന്നാമത്തെ കാര്യം, ബാക്ക്ഗ്രൗണ്ടിലെ പിക്ചർ വാൾപേപ്പർ നല്ലൊരു മാച്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും വൈറ്റോ എന്തെങ്കിലും വരണമായിരുന്നു. അപ്പോൾ ആ ബ്ലാക്ക് വാലിങ്ങനെ എടുപ്പ് വരത്തുള്ളൂ. നല്ല ലുക്കുള്ള ഒരു കാർപ്പാണ് ഗൈസ് അത് വലുതായി വരുമ്പോൾ. ഇപ്പം അങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ചെറുതാണ്, തീരെ ചെറുതല്ല, മെച്ചൂറായി വരുന്നത്. അത് മെയിലാണ് ഗൈസ്. അതിന് പെയറില്ലാതെ സിംഗിളായിട്ട് നിൽക്കുമോ. അതിൻ്റെ മുകളിൽ വരുന്നൊരു ഓറഞ്ച് കളറുള്ള കാർപ്പിനെ കണ്ടോ ഗൈസ്, അത് എഗ്ഗായി നിൽക്കുവാണ് ഗൈസ്. ചെറിയൊരു കാർപ്പ്, അത് മറ്റേ മിൽക്കി കാർപ്പുമായിട്ട് ക്രോസ് ആയിപ്പോയി. പക്ഷേ ഈ കാർപ്പുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ എഗ്ഗ് വയറ്റിലായി കഴിഞ്ഞാൽ എത്ര വർഷം വേണേലും ഇത് എഗ്ഗ് ചെയ്യാതെ ഇങ്ങനെ അതിനെ കൺട്രോൾ ചെയ്ത് പിടിച്ചു വെക്കാൻ പറ്റും ഗൈസ്. ചിലവർ അക്യൂറത്തിൽ മാത്രമായിട്ടിട്ട് വളർത്തുമ്പോൾ അവരുടെ കാർപ്പുകൾ എഗ്ഗാകുന്നുണ്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നത്, ഇടത്തില്ല അക്യൂറത്തിലിട്ട് കഴിഞ്ഞാൽ എഗ്ഗ്. ഇത് എഗ്ഗായാലും ഇതിങ്ങനെ എത്ര വർഷങ്ങളോളം വേണേലും പിടിച്ചു വെക്കും. അതിന് അങ്ങനെ ഒരു ഇതുണ്ട്. അതിൻ്റെ കുഞ്ഞുങ്ങൾ സേഫായിട്ട് വളരാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിലേ അത് ഇടത്തുള്ളൂ. അതാണ് നാച്ചുറലായിട്ട്, എന്നാലേ കാർപ്പ് ബ്രീഡാകത്തുള്ളൂ ഗൈസ്. ഇത് എഗ്ഗ് ചെയ്യുവാണ്. അത് എഗ്ഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓരോ പ്ലാന്റേ പോയി ഇങ്ങനെ എഗ്ഗ് ചെയ്തിട്ട് ഇങ്ങനെ മെയിലാണ് കൂടുതലും അതിൻ്റെ സ്പേമെല്ലാം ഇങ്ങനെ അതിൻ്റെ മുകളിലെല്ലാം ആക്കുന്നത്. ആ എഗ്ഗ് ഫീമെയിൽ ഇടും. അത് കഴിയുമ്പോൾ എഗ്ഗിൻ്റെ മുകളിലെല്ലാം വന്നിട്ട് മെയിൽ സ്പേം ഇങ്ങനെ ആക്കി വിടും. ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു ഫീമെയിലിന് 3 മെയിൽ എന്നുള്ള ഓർഡറാണ് ഗൈസ്. ആ രീതിയിലാണ് കാർപ്പിൻ്റെ ഓർഡർ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ മെയിലാണ് കുറവ്, എൻ്റെ ഫീമെയിലാണ് കൂടുതലും കിടക്കുന്നത് മൊത്തം. അത് ബ്രീഡാറായൊരു ഇതാണ്, ഫീമെയിലാണ് ഗൈസ്. ആ ഓറഞ്ച് കാർപ്പ് അത് നോർമൽ കാർപ്പാണ്, അത് എഗ്ഗായിട്ടുണ്ട്. അതെങ്ങനെ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽക്കി കാർപ്പുമായിട്ട് ക്രോസ് ആയതാണ് ഗൈസ്. ആ ചെറുപ്രായത്തിലെ എഗ്ഗ് ഫോമായി. പക്ഷെ അത് ഇടത്തില്ല. അതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ആ കുഞ്ഞുങ്ങളെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, കുഞ്ഞുങ്ങൾ വലുതായി വരുമ്പോൾ അതിന് ഓരോ പ്രോബ്ലം കാണും. അതായത് കംപ്ലീറ്റ് ഒരു ഹെൽത്തി ആയിട്ടുള്ള കാർപ്പായിട്ടില്ല അത്. അപ്പോൾ അതിനിപ്പുറം കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്കൊന്നും ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ കിട്ടണമെന്നില്ല. അങ്ങനെയും പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ കുഞ്ഞ് കാർപ്പ് ബ്രീഡായി കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ മെയിൽ കാർപ്പ്. അത്യാവശ്യം നല്ല നീളമുണ്ട്. വീഡിയോ കാണുന്ന പോലെ അല്ല, അത് നേരിട്ട് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. അത്യാവശ്യം നല്ല നീളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പ്രായമുള്ള സാധനമാണ് ഗൈസ്. പിന്നെ വേറൊരു
അതുകൊണ്ട് ഈ കാർപ്പാണ്, ഇതാണ് മെയിനായിട്ട് എല്ലാത്തിനും ക്രോസ് ആക്കുന്നത്. ബാക്കി മെയിൽ കാർപ്പൊന്നും അങ്ങോട്ട് മെച്യൂർ ആയിട്ടില്ല. ഇതാണ് അത്യാവശ്യം വലുത്, അത്യാവശ്യം ക്രോസൊക്കെ ആക്കുന്നത് ഈ മിൽക്കി കാർപ്പാണ് ഗൈസ്. ഈ മെയിൽ അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ടുള്ള സാധനമാണ് ഗൈസ്. പിന്നെ യഥാർത്ഥ മിൽക്കി കാർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കിട്ടത്തില്ല. ഇതിപ്പോൾ എല്ലാം നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ ബ്രീഡ് കാർപ്പുമായിട്ട് ക്രോസ് ചെയ്ത് മിക്സാക്കി എടുത്താണ്. ഒറിജിനൽ ബ്രീഡ് മിൽക്കി കാർപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ തമിഴ്നയിൽ ഇട്ടിട്ടുണ്ട്, അതാണ് ഒറിജിനൽ മിൽക്കി കാർപ്പ്. പക്ഷേ നമുക്ക് അതിന് ഭയങ്കര വിലയാണ്. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സർവൈവ് ആകുമെന്ന് പോലും ഡൗട്ടാണ്, ചത്തുപോകാൻ നല്ല ചാൻസ് കൂടുതലാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ സാധാ കാർപ്പുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് പല രീതിയിലാക്കി എടുത്തതാണ്. ഒറിജിനൽ മിൽക്കി കാർപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി ലുക്കാണ് ഗൈസ്. പിന്നെ മിൽക്കി കാർപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വെളിയിൽ പോണ്ടിലാണെങ്കിലും ഇട്ട് കഴിഞ്ഞാലും അകത്താണെങ്കിലും നല്ല ലുക്കാണ് ഗൈസ്, വെള്ളയായിക്കൊണ്ട്. പിന്നെ ഞാൻ ഈ കാർപ്പിനെ എല്ലാം നിങ്ങൾക്ക് നോക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന കാർപ്പല്ലേ ഗൈസ്. അപ്പോൾ ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ വെളിയിൽ പോണ്ടിലാണ് ഇടുന്നത് ഗൈസ്, ഞാൻ അക്യൂറത്തിൽ ഇടുന്നതല്ല. അക്യൂറത്തിലൊക്കെ ഇടയ്ക്ക് ഞാൻ പണ്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഹെൽത്തി ആയിട്ട് കാർപ്പിനെ കിട്ടുന്നില്ല. അതുകൊണ്ട് വെളിയിലാക്കി പ്ലാന്റും കാര്യങ്ങളുമൊക്കെ എല്ലാം കൊടുത്ത് അങ്ങനെ സെറ്റപ്പാക്കി വന്നത് കൊണ്ടാണ് ഗൈസ് ഇങ്ങനെ എഗ്ഗ് ഇങ്ങനെ പെട്ടെന്ന് ആകുന്നത്. ഇതിപ്പോൾ എഗ്ഗ് ആയിട്ട് ഇങ്ങനെ അക്യൂറത്തി വളർത്തി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് വല്ലതും പോയാൽ ഫിൽട്ടർ ഓഫ് ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചാൻസ് ചാകാൻ ഈ എഗ്ഗ് ആയിട്ടുള്ള ഫീമെയിൽ കാർപ്പാണ് ഗൈസ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇഷ്ടംപോലെ നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടു കാണും, വേറെ വളർത്തുന്ന ആൾക്കാരുടെ ഫ്രിഡ്ജ് ബോക്സിൽ ചില എഗ്ഗ് ആയിട്ടുള്ള ഫീമെയിൽ ചത്ത് പൊങ്ങിക്കിടക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എഗ്ഗ് ആയിക്കഴിഞ്ഞാൽ കാർപ്പിനെ നല്ലപോലെ ശ്രദ്ധിക്കണം. ഈ ഫീമെയിൽ കാർപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഇതിൻ്റെ എഗ്ഗ് മൊത്തം അതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ എടുക്കുക, അല്ലെ ഇങ്ങനെ എഗ്ഗ് മാക്സിമം നാളുകൾ നിർത്തിക്കൊണ്ട് ഇങ്ങനെ കീപ്പ് ചെയ്യുന്നത് ഭയങ്കര പണി കിട്ടുന്ന പരിപാടിയാണ് ഗൈസ്. ഒന്ന് pH ഒക്കെ മാറുമ്പോൾ ആദ്യം ചാകുന്നത് ആ മിൽക്കി കാർപ്പാണ്, എഗ്ഗ് ആയിട്ടുള്ളത്. മെയിലിനൊന്നും കുഴപ്പമൊന്നും വരത്തില്ല, ഫീമെയിലിനാണ് പ്രശ്നം വരുന്നത്. അങ്ങനെ അസുഖം വന്നാലും എന്തെങ്കിലും ചെറിയ ഫംഗസ് ആണെങ്കിലും ഫീമെയിലിനാണ് പിടിക്കാൻ ചാൻസ്. ഇമ്മ്യൂണിറ്റി ആ സമയത്ത് മാത്രം വീക്കാണ് ഗൈസ്. എഗ്ഗ് ചെയ്യുമ്പോൾ കെയർ ചെയ്യാനും കാർപ്പിനെ പാടാണ് ഗൈസ്. പിന്നെ വേണ്ടത് ഇത് കബൂട്ട കാർപ്പാണ്. ഇത് ഭയങ്കര ലുക്കാണ് ഗൈസ്. ഇത്രയും കിടക്കുന്നതിൽ ഏറ്റവും ലുക്ക് അതിനാണ് ഗൈസ് കബൂട്ടോ. ഇപ്പോൾ കടയിലെല്ലാം ഷോപ്പിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്നതും എല്ലാം കബൂട്ടയാണ് ഗൈസ്. ഇനി വേറൊരു കളറുണ്ട് ഗൈസ്, ഇതിൻ്റെ വെള്ളയും ബ്ലാക്കും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ. ഞാൻ അതിനെ എങ്ങനെയും വാങ്ങിക്കാൻ ഇരിക്കുവാണ് ഗൈസ്. ഇതിപ്പോൾ മഞ്ഞയും ബ്ലാക്കുമാണ്. വേറൊന്നുണ്ട് വെള്ളയും കറുപ്പും കൂടെ, ആ മിക്സിനെ ഞാൻ വാങ്ങിക്കണം ഇനി. എന്താണ് ചെറിയ റെഡ് ഡോട്ടുള്ളൊരു സാധാ കാർപ്പുണ്ട് കൂടെ കിടക്കുന്നത്, അത് ഫീമെയിലാണ് ഗൈസ്. ആകെപ്പാടെ മെയിലെന്ന് പറഞ്ഞാൽ അതിനകത്ത് മിൽക്കി കാർപ്പ് തന്നെ ഈ നീളമുള്ള മെയിലുണ്ട്, അതൊന്ന്, പിന്നെ ബട്ടർഫ്ലൈ ഒന്ന്, പിന്നെ കബൂട്ട ഒന്ന്, അത്രയേ ഉള്ളൂ. 3 മെയിലും ബാക്കി ഇത്രയും ഫീമെയിലുമാണ് ഗൈസ്. ഇനിയും കുറേ മെയിലിനെ സെറ്റ് ചെയ്യണം ഗൈസ്, ഇനി മെയിൽ കാർപ്പിനെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.